ബീഹാറിൽ നീറ്റ് പരീക്ഷാ വിവാദത്തിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ട കേസിൽ മുൻ മന്ത്രിയും ലാലു പ്രസാദ് യാദവിന്റെ മകനും ജനശക്തി ജനതാദൾ അധ്യക്ഷനുമായ തേജ് പ്രതാപ് യാദവ് അറസ്റ്റിൽ. പട്ന ഗാന്ധി മൈതാനത്ത് പോലീസിന് നേരെ കല്ലേറ് നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നടപടി. നീറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധമെന്ന പേരിൽ പ്രതിപക്ഷം സംഘടിപ്പിച്ച ബീഹാർ ബന്ദാണ് പാട്നയിൽ വൻ ക്രമസമാധാന തകർച്ചയിലേക്ക് വഴിമാറിയത്. ഗാന്ധി മൈതാനത്തിന് സമീപം സംഘടിച്ച പ്രതിഷേധക്കാർ പോലീസിന് നേരെ തിരിയുകയും അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു. അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാണ് ലാലു പ്രസാദ് യാദവിന്റെ മകനും മുൻ മന്ത്രിയുമായ തേജ് പ്രതാപ് യാദവിനെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മൃഗീയമായി ആക്രമിക്കുക, പോലീസ് വാഹനം അടിച്ചു തകർക്കുക, സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരിക്കേൽപ്പിക്കുക തുടങ്ങിയ ഗുരുതര കുറ്റങ്ങളാണ് തേജ് പ്രതാപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 109 വകുപ്പ് പ്രകാരം വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് സെൻട്രൽ പാട്നയിലെ മാളിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത തേജ് പ്രതാപിനെ അർദ്ധരാത്രിയോടെയാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതോടെ പ്രതിയെ പട്നയിലെ ബെയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പ്രതിഷേധങ്ങളുടെ പേരിൽ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ബീഹാർ ഭരണകൂടത്തിന്റെ തീരുമാനം. ജനം, ഡൽഹി.